ഒരു ചെടിയിൽ നിന്ന് 2 തൈകളെടുത്ത് 2 ചട്ടിയിലായിട്ട് നട്ടു. പക്ഷേ ഒരു ചട്ടിയിലെ പൂക്കൾക്ക് കളർ വ്യത്യാസം. 2 തരം കളറ്, പലതരം പൂക്കൾ. എന്താ പറയുക, പൂക്കളും ചെടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഈ പൂക്കളുടെ കാര്യത്തിലൂടെ സംഭവിച്ചത് മഞ്ഞയും ചുമപ്പുമായിട്ടുള്ള ഒരേ വർഗത്തിൽപ്പെട്ട ചെടികളോട് ഇരിക്കണ്ടേ. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് പുതിയ ചെടി കൊണ്ടുവന്ന് വച്ച സമയത്ത് പുതിയ കളർ കോമ്പിനേഷനിലുള്ള പൂക്കളുണ്ടായത്. ഇവിടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് 2 ചെടി വെച്ചാൽ ഒരു ചെടിക്ക് മാത്രമാണ് ഇങ്ങനെ കളർ വ്യത്യാസം വന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ബന്ധങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെക്കാൾ ഒരുപാട് തരം താഴ്ന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വഭാവങ്ങൾ വളരെ മോശമായിട്ടുള്ള സ്വഭാവത്തിലോട്ട് പോകുന്നുള്ളതാണ്. അത് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റില്ല. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് നമ്മളെ തന്നെ വെറുപ്പ് തോന്നുമ്പോൾ കൂടുതലായിട്ട് ചിന്തിച്ചൊക്കെ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒരുപാട് മാറിയല്ലോ എന്ന് മനസ്സിലാവുക. അതല്ലെങ്കിൽ നമ്മളെ മുമ്പ് അറിയാവുന്ന ആരെങ്കിലും പറയും നീ ഒരുപാട് മാറിപ്പോയി എന്ന്. അതും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ ആളുകൾക്കാണ് കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുക. അതും ആ 2 വ്യക്തികളിൽ ആരാണ് ഏറ്റവും പാവവും അല്ലെങ്കിൽ സത്യസന്ധവും മര്യാദയോടുകൂടി ജീവിക്കുന്നത് അവർക്കാണ് മാറ്റം സംഭവിക്കാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ചെയ്യാനാണ് സാധ്യത, ചീഞ്ഞത് നന്നാവാൻ കുറച്ച് പാടാം. ഈ പച്ചക്കറിയുടെയൊക്കെ കാര്യം പോലെ തന്നെ കൊള്ളില്ലാത്ത പച്ചക്കറിയുടെ കൂടെ നല്ല പച്ചക്കറി ഇട്ട് കഴിഞ്ഞാൽ ചീഞ്ഞ പച്ചക്കറി നന്നാവുകയല്ല ചെയ്യുക, നല്ല പച്ചക്കറി ചീഞ്ഞു പോവും. അതുപോലെ തന്നെയാട്ടോ ഈ നല്ല സ്വഭാവവും മോശ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടൊക്കെയാണ് നല്ല ബന്ധങ്ങൾ പിടിക്കണം എന്നൊക്കെ എല്ലാവരും പറയണത്. ഈ കാര്യത്തിൽ ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആര് വേണമെങ്കിലും ഈ പ്രശ്നം ബാധിക്കാമെന്നുള്ളതാണ്. ഇതിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളെയാണ് ഈ പ്രശ്നം ബാധിക്കുന്നതെങ്കിൽ അവരുടെ കുടുംബത്തെ മൊത്തം ഇത് ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പെൺകുട്ടികളെയാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ അവരൊറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വിട്ടിട്ട് പിന്നെ തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും പേർക്ക് സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ സ്ഥിരമായി പറയുന്നൊരു ചില ഡയലോഗുകളുണ്ട്. വന്നപ്പോൾ എന്ത് നല്ല സ്വഭാവമായിരുന്നു, ഇപ്പോൾ ഒരുമാതിരി സ്വഭാവമാണ്. അത് ഈ ചെടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. വെയിലത്തിരിക്കുന്ന ചെടീനെ കൊടുന്ന് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂക്കളും കുറയും, അതിൻ്റെ ഭംഗിയും കുറയും. തണലത്തിരിക്കേണ്ട ചെടീനെ കൊടുന്ന് വെയിലത്ത് വെച്ചാൽ അത് കരിഞ്ഞോ, പിന്നെ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അല്ലാതെ ഒരു സാധനത്തെ നശിപ്പിക്കാനുള്ള പണിയെല്ലാം ചെയ്തിട്ട് പിന്നെ അതിനെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും അല്ലെങ്കിൽ അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?